ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിലേ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന നമ്മുടെ പ്രകൃതി ദുരന്തം ഉണ്ടാകുന്നു, അൺഎക്സ്പെക്റ്റഡ് ആയ സ്ഥലത്ത് ദുരന്തങ്ങൾ ഉണ്ടാകുന്നു, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലം എന്ന് പറയാവുന്ന രീതിയിൽ ചൂരൽമലയിലും മുണ്ടക്കൈ പോലുള്ള വയനാട് പ്രദേശങ്ങളിൽ ആളുകൾ വനീഷായി പോകുന്ന സ്ഥിതി ഉണ്ടാകും. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളിപ്പോൾ ഈ 130 വർഷം പഴക്കമുള്ള ഈ മുല്ലപ്പെരിയാറിനെ പറ്റിയാണോ പറയാൻ ഉദ്ദേശിക്കുന്നത്? മുല്ലപ്പെരിയാറിൻ്റെ സ്ഥിതി എനിക്ക് വലിയ ആശങ്കയൊന്നുമില്ല. എന്നാലും മുല്ലപ്പെരിയാറിൻ്റെ സ്ഥിതിയെപ്പറ്റി വലിയൊരു ചർച്ച വീണ്ടും ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ പഴയ ഒരു എനിക്ക് തോന്നുന്നു 2002 കാലഘട്ടങ്ങളിലുണ്ടായ പോലുള്ള ഒരു മാസ് മുന്നേറ്റത്തിൻ്റെ ഒരു ആവശ്യം ഉണ്ടോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ? ഉറപ്പായിട്ടും ഉണ്ട്. കാരണം ഇതിൻ്റെ പഴക്കം, ലോകത്ത് ഏറ്റവും കൂടുതൽ പഴക്കമുള്ള ഡാം മുത്തശ്ശിയാണ് നമ്മുടെ മുല്ലപ്പെരിയാർ. ഇനിയും ഇത്രയും ഇതേ കാലയളവിലൊക്കെ പണിത ഡാമുകൾ മുഴുവൻ ഏതാണ്ട് തകർന്നു തന്നെ തീർന്നിട്ടുണ്ട്. പൊട്ടിപ്പോവുക തന്നെയാണ് ചെയ്തത്. അല്ല, അത് ഈ ഇടയ്ക്ക് നമ്മുടെ 60 വർഷം പഴക്കമുള്ള ഒരു സാധനം ഇവിടെ കർണാടകത്തിലെ പറ്റോ 60 വർഷം മതി പൊട്ടാൻ. അതൊരു ഷട്ടർ തെറിച്ചു പോയിരിക്കുന്നു. അത് ഈ ഗ്രാവിറ്റി ഡാം ആയിരുന്നു. ഡാം അത് ഗ്രാവിറ്റി ഡാം തന്നെ ആണോ? ഈ കർണാടകത്തിൽ പൊട്ടി. പക്ഷേ 60 വർഷം അതിന് പ്രായമുള്ളൂ. പക്ഷേ ഇതതിൻ്റെ ഇരട്ടിയും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ അപകട ഭീഷണി ഇടുക്കി ഡാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം, മുല്ലപ്പെരിയാർ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, ഇത് രണ്ടും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരു എർത്ത് ഉണ്ടായാൽ, ഭൂമികുലുക്കം, അതൊരു 5 റിക്ടർ സ്കെയിലിൽ 5-ന് മുകളിലോട്ടുള്ളൊരു പ്രകമ്പനം ആണ് കാണിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും തകരുക തന്നെ ചെയ്തിരിക്കും എന്ന് റൂർക്കി ITIയുടെ വിദഗ്ധർ വന്ന് പഠനം നടത്തി പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. ഇത് ആധികാരിക രേഖ തന്നെയാണ്. ഡൽഹി ITIയും ടീം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മദ്രാസ് ITIക്ക് അത് പറഞ്ഞേ പറ്റുള്ളൂ. SRCP ആണ് ഈ വിശാഖം തിരുനാൾ ഒപ്പിട്ടെന്ന് പറയുന്നത്. വിശാഖം തിരുനാളിൻ്റെ മരണശേഷമാണ് കരാറിൽ ഒപ്പിട്ടിരിക്കുന്നതെന്ന് സമീപകാലത്തൊരു വീക്ഷണം വന്നിട്ടുണ്ട്. പിന്നെ SRCP ആയിരുന്നല്ലോ വിശാഖം തിരുനാളിൻ്റെ കാലത്തെയും ഭരണ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി പോലെ വരുന്ന ഉണ്ടായിരുന്നയാൾ. CP 1947 കാലഘട്ടത്തിലേക്കല്ലായിരുന്നു. അതിന് മുമ്പത്തെ CP ഉണ്ടായിരുന്നിരിക്കാം. CPയുടെ അച്ഛൻ CP ബഹദൂറാണോ? അങ്ങനെയാണോ? അല്ലല്ല, ഈ വിശാഖം തിരുനാളിൻ്റെ കാലത്തും SRCP തന്നെയാണ്. അന്നത്തെ ഒരു സാഹചര്യത്തിൽ സാറേ അതൊരു ആവശ്യമായിരുന്നു. കാരണം തമിഴ്നാട് പോലെ ഒരു വെള്ളം കുടിക്കാൻ നിർവാഹമില്ലാത്ത കോടിക്കണക്കിന് ആളുകൾ വരഞ്ഞുകൊണ്ടിരുന്ന 5 സംസ്ഥാനങ്ങൾ, 5 ജില്ലകൾ അവർക്ക് അത് വെള്ളം കൊടുക്കുക എന്നുള്ളത് ഒരു മനുഷ്യത്വപരമായ ആവശ്യമല്ലായിരുന്നു. അത് ന്യായം, അത് ഉറപ്പായിട്ടും കൃത്യമായിട്ടുള്ളൊരു സംഗതി തന്നെയാണ്. അതിനൊന്നും നമുക്കിപ്പോഴും തർക്കമില്ലല്ലോ. ആ വെള്ളം കൊടുക്കേണ്ടി വന്നത് പശ്ചാത്തലത്തെ പറ്റി പറയുന്നത്, കിളുത്തത് മുഴുവൻ മുള്ളും ജനിച്ചത് മുഴുവനും കള്ളനും എന്ന് പറഞ്ഞിരുന്ന 5 ജില്ലകളാണ് തമിഴ്നാടിൻ്റെ. ഈ നമ്മുടെ പടിഞ്ഞാറൻ, നമ്മുടെ കിഴക്കൻ അതിർത്തിയോട് ചേർന്ന് വരുന്ന അവരുടെ പടിഞ്ഞാറൻ അതിർത്തി പ്രദേശത്തിൽപ്പെട്ട. എങ്ങനെ? അല്ല, അത് അന്നത്തെ കാലത്ത് അവരുടെ സാഹചര്യമാണ്. കിളുത്തത് മുഴുവൻ മുള്ള്, ജീവിക്കാൻ വേണ്ട ഒരു സാധനം അവിടെ വളർത്താൻ പറ്റുന്നില്ല. ആ സാഹചര്യത്തിൽ അവർ ഇവിടുന്ന് കടന്നു പോകുന്നവരെ അല്ല അവിടുന്ന് കടന്നു വരുന്നവരെയൊക്കെ പിടിച്ചു പറിച്ച് തന്നെയായിരുന്നു അവരുടെ ജീവിതം. അല്ലാതെ മാർഗ്ഗമില്ലായിരുന്നു. കുടിവെള്ളത്തിന് പോലും ക്ഷാമമുള്ളൊരു നാട്ടിൽ അധ്വാനിച്ചിരുന്നെങ്കിലും ഉണ്ടാകുക പോലും ഇല്ലാത്തൊരു പശ്ചാത്തലത്തിൽ അവരെങ്ങനെ ജീവിക്കും? പിടിച്ചു തന്നെ മാർഗ്ഗം. ഞാനൊക്കെ ചെറുപ്പത്തിൽ കേട്ടിരിക്കുന്ന ഒരു കഥയുണ്ട്. നമ്മുടെ ഈ അന്നൊക്കെ ഈ പുളി ഉണ്ടല്ലോ, ഇന്നുകൊണ്ടല്ലോ ഈ പുളി. അപ്പോൾ നമ്മുടെ ഈ തമിഴ്നാട്ടിൽ നിന്ന് അതിലേക്ക് കച്ചവടത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകുന്ന നമ്മുടെ മലയാളികളായിട്ടുള്ള മറ്റു വിദേശത്തു നിന്നുള്ള കച്ചവടക്കാരൊക്കെ ഇവർ ഈ പുളിയുടെ മണ്ടയിൽ കയറി ഇരുന്നിട്ട് അരുവാത്തി കൊളുത്തിട്ട് കഴുത്തിന് പിടിച്ച് കഴുത്ത് കണ്ടിച്ചിട്ട് കിട്ടുന്നതും എടുത്തുകൊണ്ട് പോകുമായിരുന്നെന്നും, ഒരു പ്രാവശ്യം കണ്ടിച്ചപ്പോൾ 25 പൈസയെ കിട്ടുള്ളൂ, 25 പൈസ കിട്ടാ ഉള്ളതാട്ടെന്ന് പറഞ്ഞ് അവരുടെ പോയെന്നൊക്കെ ഒരു കഥയൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കേട്ടു. സംഭവ കഥകളുടെ ഒരു സംഭാഷണത്തിൽ അങ്ങനെ ഒരു ദാരിദ്ര്യം പിടിച്ചൊരു നാട്ടില് വെള്ളം കൊടുത്തവരെ വെള്ളത്തോടുകൂടി അവർ ആ മോഷണം അതിന്റെ ഒരു വിഷൻ ഭയങ്കര. ആ കാലത്ത് ഈ കാടിനുള്ളില് ഇങ്ങനെ ഒരു നിർമ്മാണ പ്രവർത്തനം ഇത്രയും കാലം 129 വർഷം നിന്ന ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തി എന്ന് പറയുന്ന ആ വിഷനും ആ പ്രയത്നവും വളരെ പ്രസക്തമാണ്. അവർ പൂട്ട് പൂജിക്കുന്നുണ്ട്, മാലയിട്ട് അവരുടെ വിശേഷ മരണ ദിവസം അവർ ഭയങ്കര പെരുന്നാളായിട്ടാണ് അത് കൊണ്ടാടുന്നത്. ദൈവത്തെ പോലെ തന്നെയാണ് കാണുന്നത്. അതൊക്കെ പറയുമ്പം 2 ഘട്ടം
ഇത് ഉപേക്ഷിക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. ഗവൺമെന്റ് ഉപേക്ഷിച്ച ഗവൺമെന്റ് ഉപേക്ഷിച്ച അതായത് മദ്രാസ് പ്രസിഡൻസി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉപേക്ഷിച്ച ഇത് ഈ കമ്പനി നിർമ്മാണം നടക്കുകയില്ല എന്ന് പറഞ്ഞാൽ പുള്ളി ആദ്യകാലത്തെ ചെറിയ സാങ്കേതിക വിദ്യകളേ ഉള്ളല്ലോ. ആ ചുമന്നു കൊണ്ട് ചെല്ലുന്ന കല്ല് സുർക്കിയേ ഉള്ളൂ. ഇതൊക്കെ വെച്ച ഒരു നിർമ്മാണം ആരംഭിച്ചപ്പം ആ മഴക്കാലം വന്നപ്പോൾ ഇത് കൊണ്ടുപോയി. രണ്ടാം ഘട്ടം വെള്ളം അതിൻ്റെ ശക്തി അന്ന് ഇതിൽ കൂടുതൽ വെള്ളമാണ്. കാരണം മൊത്തം മഴക്കാടുകളാണല്ലോ. ഇന്നത്തെ പോലെ കയ്യേറ്റം നടന്നിട്ടില്ലല്ലോ. അതോടൊപ്പം ചേർത്ത് വഹിക്കേണ്ട ഒരു സംഗതി, ഈ ഡാം അന്ന് വെള്ളം അങ്ങോട്ട് കൊടുത്തപ്പം അവർക്ക് ഗുണമുണ്ടായതോടൊപ്പം നമുക്കും അന്ന് ഗുണമുണ്ട്. 130 വർഷം മുമ്പ് ഈ കട്ടപ്പന ഉൾപ്പെടെ വരുന്ന ഒത്തിരിയേറെ ഏരിയകളും വനമാണ്. ഈ വനമായിരുന്ന ഏരിയ കൂടുതൽ മഴ പെയ്ച്ചിരുന്നു. 6 മാസക്കാലവും മഴ കൃത്യമായിട്ട് മഴയായിരുന്നു. ചിലപ്പോൾ 9 മാസവും മഴയായിരുന്നു. അങ്ങനെ മഴയായിരുന്നെങ്കിൽ ഈ പെരിയാർ അന്ന് അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരുന്നിടത്ത് എറണാകുളത്തേക്ക് ചെല്ലുമ്പം ആലുവായൊക്കെ പലപ്പോഴും വർഷത്തിൽ മലവെള്ളപ്പാച്ചിൽ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ആ തിരിച്ചു വിട്ട സാഹചര്യം കൊണ്ട് കൃത്യമായിട്ടും നമുക്കും ഗുണമാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ നമുക്ക് മനോഹരമായിട്ടുള്ള തേക്കടി ലേക്ക് കിട്ടി. ടൂറിസം ടൂറിസം ഉണ്ടായി. ഞാൻ പറഞ്ഞു ഇടുക്കിയിൽ ആദ്യമേ ഉണ്ടായ ടൂറിസം മേഖല എന്ന് പറഞ്ഞാൽ തേക്കടിയാണല്ലോ. ലോക ഭൂപടത്തിൽ സ്ഥാനം പിടിച്ച തേക്കടി ഉണ്ടായത് ഇതാണല്ലോ. അത് പ്രത്യേകത എന്നുണ്ട്. തേക്കടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മരങ്ങളൊന്നും നശിപ്പിക്കാതെ ആ ലേക്കിനകത്ത് ഇപ്പോഴും ആ മരങ്ങൾ നിൽപ്പുണ്ടെന്നുള്ളത്. ബാക്കി എല്ലായിടത്തും മരങ്ങൾ വെട്ടിക്കളഞ്ഞു. അങ്ങനെ ഒരു ക്ലിയർ ഫില്ലിംഗ് നടത്തിയതിനു ശേഷമാണ് മറ്റു ഡാമുകളിലൊക്കെ വെള്ളം നിർത്തിയിട്ടുള്ളത്. ഇരട്ടയാറും ഇടുക്കിയും ക്ലിയർ ഫില്ലിംഗ് എന്ന് പറയും. മൊത്തം മരങ്ങളെല്ലാം വെട്ടി ഇവിടെ നീക്കം ചെയ്തിട്ട് വെള്ളം നിർത്താറുള്ളൂ. പക്ഷെ അവിടെ അന്നത്തെ വലിയ മരങ്ങളൊക്കെ അതവിടെ ഇപ്പോഴും അതിനകത്ത് വിവിധ തരങ്ങൾ പക്ഷികൾ കൂടുകൂട്ടുന്നുണ്ട്. എല്ലാത്തരം പക്ഷികളുള്ള പ്രത്യേകത. പക്ഷെ ഇതൊക്കെ പറഞ്ഞു വരുമ്പോഴും അതല്ല നമ്മുടെ മെയിൻ നമ്മൾ ഈ കാട് കയറി പോയിട്ടില്ല. നല്ല വശങ്ങൾ നമുക്ക് പറയാമല്ലോ. നമ്മളിപ്പം അല്ലാതെ ഇതിന്റെ ഒരു നിലവിലത്തെ പ്രശ്നം ഈ പറഞ്ഞ ആശങ്കയ്ക്ക് വകയുണ്ടോ? സാറിന്റെ അഭിപ്രായം അതാണ് എനിക്കറിയില്ല. നമുക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ട് കേട്ടോ. മുല്ലപ്പെരിയാർ ഡാം പൊട്ടും എന്നും പൊട്ടിയെന്നും ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. പൊട്ടും എന്നാണേലും പൊട്ടും. പക്ഷേ ഇപ്പം ഉടനെ പൊട്ടും എന്നൊന്നും ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ചോളം നമ്മളൊരു വീട് പണിയുന്നു. നമ്മളൊരു 50 വർഷം ആ വീടിന് ഒരു കാലാവധി പറഞ്ഞ് പണിയുന്നു. ഒരു 100 വർഷമാകുമ്പോൾ ഒരു കുഴപ്പമില്ല. 150 വർഷമാകുമ്പോഴത്തേക്ക് അതിൻ്റെ തൂണുകൾ ദ്രവിക്കുന്നു. മുകളിൽ നിന്ന് ഇത് പൊഴിഞ്ഞു വീഴാൻ തുടങ്ങുന്നു. അപ്പോൾ നമ്മൾ തന്നെ ചെയ്യും, നമ്മളത് ഒന്നെങ്കിൽ റിപ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യും. അതുകൊണ്ട് നിൽക്കുന്നില്ലെങ്കിൽ നമ്മൾ വേറെ അത് കളഞ്ഞിട്ട് ഒന്നെങ്കിൽ വേറെ സ്ഥലത്ത് വീട് പണിയും, അല്ലെങ്കിൽ അത് കളഞ്ഞിട്ട് അവിടെ വീട് പണിയും. അപ്പോൾ ഇതുപോലെ തന്നെ ഇത്രയും ഒരു വീട്ടിലെ 4 പേർക്ക് ഇത്രയും ആശങ്ക ഉണ്ടെങ്കിൽ 50 ലക്ഷം ജനങ്ങൾ നശിക്കുമെന്ന് പറയുന്നത് ഇത് ഇടുക്കിയും ഒന്നിച്ച് 50 ലക്ഷം പേര്. അപ്പോൾ അത്രയും പേരുടെ ജീവന് ആശങ്കയുള്ള ഒരു സാധനത്തിന് നമ്മൾ ഇന്ന് പൊട്ടുമോ നാളെ പൊട്ടുമോ എന്ന് ചിന്തിക്കുന്നത് വലിയ കാര്യമില്ല. ഇതിൻ്റെ കാലാവധി കഴിഞ്ഞ് അതിൻ്റെ 3 ഇരട്ടി 50 വർഷം പറഞ്ഞിടത്ത് 129 വർഷമാകാൻ പോകുന്നു. അതുപോലെ ഈ ഭൂകമ്പ സാധ്യത ഏറ്റവും കൂടിയ സോൺ 3-ലാണ് ഈ മുല്ലപ്പെരിയാറുള്ളത്. അതായത് സോൺ 1 എന്ന് പറയുന്നത് 4 റിച്ചർ സ്കെയിൽ വരെ വരുന്ന നമ്മുടെ ലാത്തൂരുണ്ടല്ലോ, അവിടെ 4 വരെ വരുന്നിടത്ത് 6.3 ഉണ്ടായി. നമ്മുടെ ഇവിടെ 6-ന് മുകളിൽ 6-ന് മുകളിൽ റിച്ചർ സ്കെയിലിൽ സാധ്യതയുള്ള സ്ഥലമാണ് ഈ മുല്ലപ്പെരിയാർ. അപ്പോൾ അതിന് മുകളിലൊരു 3.4 ഒക്കെ നമ്മുടെ ഇവിടെ അതിന് സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് തകരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഇത് ഇത്രയും പഴക്കമുള്ള ഒരു ടെക്നോളജിയാണ്. പിന്നെ ഇപ്പോഴത്തെ പ്രശ്നം ഇത് ഇങ്ങനത്തെ സാധ്യത ഉണ്ടെന്നുള്ള ഒരു തമിഴ്നാട്ടുകാർക്കും അറിയാം, ഇവിടുത്തെ ഗവൺമെന്റിനും അറിയാം, എല്ലാവർക്കും അറിയാം. ഇതെല്ലാം കണക്ക് നമ്മളൊക്കെ കഴിഞ്ഞ് ബോധമുള്ള ആളുകളാണെന്നാണല്ലോ വെപ്പ്. എന്നിട്ട് എന്തുകൊണ്ട് ഇപ്പോൾ ഇതിന് ഒരു പുതിയ ഡാം അല്ലെങ്കിൽ ഇത്രയും 142 അടി ഉയരത്തിലേക്ക് വെള്ളം പൊക്കിക്കൊണ്ട് വരണം എന്നുള്ള വാശി, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇത് ഈ കഴിഞ്ഞ ദിവസം ശ്രീധരൻ, നമ്മുടെ മെട്രോമാൻ ശ്രീധരൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഡാം പുതിയ പണിയുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഈ വെള്ളം 100 അടിയിൽ അത് 42 അടി താത്തിട്ട് വെള്ളം കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ഒത്തിരി അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അതിനൊന്നും സംഭവിക്കാത്തതിന് കാരണം അവർക്കവിടെ ഇത് സൂക്ഷിക്കാനുള്ള സംവിധാനം, വെള്ളം തടഞ്ഞു നിർത്തി സൂക്ഷിക്കാൻ ഒരു ഡാം ഉണ്ടാക്കിയാൽ അതിന് ബലവത്തായ 2 മലകൾ അവർക്ക് ചെറിയ ഡാമുകൾ വേണമെന്നില്ല. ഇപ്പം നമ്മുടെ തെലങ്കാനയിലൊക്കെ ഉണ്ട്. ഇത് 15 TMC ഉള്ളൂ നമ്മുടെ ഈ ഡാമിൽ. ഒരു 5 TMC സംഭരിക്കാനുള്ള ശേഷി അവിടെ ഉണ്ടാക്കിയാൽ ഈ പ്രശ്നം തീരാവുന്നേ ഉള്ളൂ അവർക്ക്. നമ്മുടെ തെലങ്കാനയിലൊക്കെ 100-200 TMC ഒക്കെ സംഭരിക്കാനുള്ള
സമതല പ്രദേശങ്ങളിൽ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് അതല്ല ഒന്നല്ലെങ്കിൽ ഒരെണ്ണം കൂടെ ഉണ്ടാക്കിയാൽ മതി. സാറേ എന്നാ അവർ ഈ നമ്മുടെ ഈ വൈദ്യുതി ഉണ്ടാക്കാൻ വേണ്ടി ഒരു കരാർ വെച്ചില്ല 1976 74 കണ്ടു വെച്ചിട്ട് 76-ലാണ് 76 74 കണ്ടവർ ഈ വെള്ളം ഉപയോഗിച്ച് എലക്ട്രിസിറ്റി ഉണ്ടാക്കണം. ഈ മറ്റേപാട് വെള്ളം കൊണ്ടുകൊണ്ട് ഇവർക്ക് എലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ പറ്റത്തില്ല. അല്ല അതില് അത് കാരണമാണ് ഈ ഹൈറ്റിൽ വെള്ളം നിന്നെങ്കിലല്ലേ ഇവർക്ക് വെള്ളം ആവശ്യം. അതില് വലിയ കാര്യമില്ല. ഇതിപ്പം ഈ ഇലക്ട്രിസിറ്റി ഏതാണ്ട് 1350 അടി പൊക്കത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. അതിൽ നിന്ന് 50 അടി കുറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പ്രൊഡക്ഷൻ കുറയും. പക്ഷെ കൂടുതൽ വെള്ളം ചെല്ലുമ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അതിൽ വലിയ വ്യതിയാനം വരികയല്ല. വേറെ പവർഹൗസ് ഉണ്ടാക്കണമായിരിക്കും. മതി ഒരു 50 അടിയുടെ ഡിഫറൻസേ വരുന്നുള്ളൂ. ടണലിന്റെ കുറച്ച് വ്യത്യാസം വരുന്നുള്ളൂ. 50 അടിയുടെ ഒരു ഡിഫറൻസ് അല്ലേ വരുന്നുള്ളൂ. ഇപ്പം 142 എന്നുള്ളത് മറ്റേ 100 അടി 100 അടിയിലൊക്കെ നിർത്തുവാണെങ്കിൽ വലിയ ഒന്നുമില്ല. ഡാം പൊട്ടതുമില്ല. വെള്ളം കൂടുതൽ നിൽക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുക. ഗ്രാവിറ്റി തട്ടുന്നത് ഭീഷണി കുറയുമെന്നുള്ളതേ ഉള്ളൂ. നല്ല ഒരു ഭൂകമ്പം ഉണ്ടാകേണ്ട സാറേ, ഇതെല്ലാം പൊട്ടും. ഞാനെപ്പോഴും പറയുന്ന കാര്യം, നല്ലൊരു ഭൂകമ്പം ഉണ്ടാകും, ഇടുക്കിടാവും പൊട്ടും. പക്ഷെ അന്നേരം ഇത് കാണാൻ വേണ്ടി ചിലപ്പോൾ നമ്മളും കാണുകയില്ല. ഇതിലെ ഏറ്റവും ഗൗരവതരമായിട്ട് കാണേണ്ടത് തെക്ക് വടക്കായിട്ട് കിടക്കുന്ന ഈ കേരളം, അതിന്റെ മധ്യഭാഗത്താണ് ഇടുക്കി ജില്ല. അതിന്റെ കിഴക്കറ്റത്ത് ആണ് നമ്മുടെ കഥാപാത്രം മുല്ലപ്പെരിയാർ ഡാം നിൽക്കുന്നത്. അവിടെ ഒരു പൊട്ടൽ നടന്നാൽ ഇത് 1800 അടി ഉയരത്തിലാണ്. ആ 1800 അടി ഉയരത്തിൽ നിൽക്കുന്ന ഈ ഡാം പൊട്ടിയാൽ 150 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് ഒഴുകി അതിഭയങ്കരമായ ബോംബ് സ്ഫോടനത്തിന് തത്തുല്യമായ അപകടമാണ്. 150 കിലോമീറ്റർ കൈനറ്റിക് എനർജി പറയുന്നത് നമ്മുടെ ഹിരോഷിമയിലിട്ട ബോംബിന്റെ 150 ഹിരോഷിമയിൽ ബോംബിട്ടിട്ട് എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്താണ് 4 ലക്ഷം ആളുകളെ കണ്ട മരിച്ചുള്ളൂ. നാഗസാക്കിലാണ് 4 ലക്ഷം ആളുകളെ മരിച്ചുള്ളൂ ഒരു ബോംബ്, ആദ്യത്തെ ആറ്റം ബോംബ് ഇട്ടിട്ട്. ഇത് ഇപ്പൊ നമ്മൾ പറയുന്നത് ഇടുക്കി ഇത് രണ്ടും കൂടെ 10 ലക്ഷം 10 ഇരട്ടിയാ പോകുന്നത്. അപ്പൊ ഈ പറയുന്നത് ശരിയാ. ഇനി റീബിൽഡ് കേരള എന്നറിയില്ല, റീകണക്ട് കേരള ഞാനെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് സാറേ, ഈ ഇടുക്കി ഡാം പോയിട്ട് അല്ല മുല്ലപ്പെരിയാർ ഡാം പോയിട്ടുണ്ടെങ്കിൽ കേരളത്തിലുള്ളവർ വെള്ളം കുടിച്ചും മരിക്കും, തമിഴ്നാടുകാർ വെള്ളം കുടിക്കാതെ സത്യം ഉറപ്പല്ല. പിന്നീട് ഒരു ഡാം അവർക്ക് പറയേണ്ടി വരികയല്ല. കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഡാം പൊട്ടിക്കാനാന്ന് വരാനും പറ്റാതെ നടക്കുന്ന കാര്യമില്ല. ഇവിടെ ഒരു സർവേ നടത്തിയില്ല. തമിഴ്നാട്ടിലെ സാമാന്യ ജനങ്ങൾക്ക് ഈ ഡാം പുതിയത് പണിയണമെന്നാണെന്നാണ്. ഇതിന് തടസ്സം നിൽക്കുന്ന രാഷ്ട്രീയക്കാരും അല്ല, അവര് പുതിയ ഡാമും പുതിയ കരാറും എന്നാണല്ലോ നമ്മുടെ ഒരു ഇതിനു മുമ്പുണ്ടായ പുതിയ കരാറ് കൊണ്ടുണ്ടാകാവുന്ന അവരുടെ റവന്യൂ ആണ്. ഇപ്പൊ കേവലം ഒരു വർഷം 10 ലക്ഷം രൂപയുടെ 12 ലക്ഷം രൂപയുടെ കച്ചവടമേ ഉള്ളൂ. 50,000 കോടി രൂപയാണ് ഏകദേശം പറയുന്നത്. തമിഴ്നാടിന് ഈ മുല്ലപ്പെരിയാർ വെള്ളം കൊണ്ട് ഒരു വർഷം 50,000 കോടി രൂപയുടെ വൈദ്യുതി ഞാൻ പറഞ്ഞത് വെള്ളമില്ലെങ്കിൽ അവർ എവിടെ കൊണ്ടായിരുന്നു? മുമ്പേ പറഞ്ഞ സാധനമല്ലേ ഉണ്ടായിരുന്നു, ഉള്ളല്ലേ ഒരുക്കുള്ളൂ. അപ്പോ അതുകൊണ്ട് അതിനെ നമ്മൾ കാണിക്കുന്നത് വെള്ളമാണ് അവരുടെ ബേസ്. അവർക്ക് വെള്ളം കൊടുക്കുകയും വേണം. ഞാൻ പറഞ്ഞത് പരമപ്രധാന നമുക്ക് അപകടകരമായ സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് വെള്ളം അവർക്ക് കൊടുക്കണം. അതിൽ ഏറ്റവും നല്ല ഓപ്ഷൻ മിക്കവാറും ഒക്കെ ഈ ടണൽ പുതിയതുണ്ടാകുക, ഒരു 100 അടിക്ക് വെള്ളത്തിൽ നമ്മുടെ ടൂറിസവും വലിയ കുഴപ്പമില്ലാതെ നിലനിൽക്കും. പുതിയൊരു ഡാം ഉണ്ടാകുക എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ മറ്റൊരു തകരാറ്, ഇനി അവിടുന്ന് 1.5 കിലോമീറ്റർ താഴെയാണ് ഒരു ഡാമിന് സൈറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ള പാറകളുള്ളത് ഇരു സൈഡിലും. അത്രയും പരിസ്ഥിതി നാശം കൂടെ ഉണ്ടാക്കാം. വീണ്ടും ആ ഡാമിന് എത്ര വർഷത്തെ ഗ്യാരണ്ടിയാണ്? ഇത് വെട്ടിക്കാരൻ പെന്നിക്ക് ഉണ്ടാക്കിയത് കൊണ്ട് ഈ വർഷം വരെ ഇരുന്നു. നമ്മൾ മാക്സിമം നമ്മുടെ സമീപകാല അനുഭവങ്ങളിൽ അത് പറയുന്നുണ്ടല്ലോ. സാർ, ഇത് രണ്ടും വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ ടണൽ എന്ന് പറഞ്ഞ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സൊല്യൂഷനാണ്. അതായത് ഡാമിന്റെ ബേസിൽ നിന്ന് 50 അടി ഉയരെയാണ് ഇത് പറയുന്നത്. അപ്പം വെള്ളം വന്നാൽ 50 അടി വരെ കുറയ്ക്കാൻ പറ്റും. അത് കൂടിയാൽ പോലും ഒരു 100 അടിയിൽ നിൽക്കാൻ പറ്റും. ഇപ്പോഴത്തെ ടണൽ എന്ന് പറഞ്ഞാൽ 104 അടി പൊക്കത്തിലാണ്. അപ്പോൾ ഈ 104 അടി വെള്ളം വെറുതെ കിടക്കുക. അതിന് മുകളിലോട്ട് വന്നെങ്കിൽ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും മുഴുവൻ വെള്ളം കൊണ്ടുപോകാൻ ഈ പറഞ്ഞ പോലെ ആണെങ്കിൽ അല്ലേ. അപ്പോൾ അതൊരു ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 1 വർഷം കൊണ്ട് വേണം ഈ ടണൽ ഉണ്ടാക്കി തീർക്കാം. അപ്പോൾ അതിന് 700 കോടി രൂപ പറയുന്നുള്ളൂ. 700 കോടി രൂപ മറ്റേതാണ് 15,000 കോടി രൂപ പറയുന്നത്. അതില് താഴെ കുറച്ച് ചെറിയ ഡാമുകൾ
തമിഴ്നാട് ഉണ്ടാക്കണമെന്നുള്ള ഇത് സ്റ്റോർ ചെയ്യാനായിട്ട്. അതേ ഉള്ളൂ അതിലെ പ്രശ്നം. അതൊരു ഇമ്മീഡിയറ്റ് സൊല്യൂഷനാണ്. രണ്ടാമത്തത് ഒരു സൊല്യൂഷൻ നമുക്ക് പറ്റുന്നത് പുതിയ ഡാം തന്നെയാണ്. ഈ 1350 മീറ്റർ താഴെ ഒരു പുതിയ ഡാം ഉണ്ടാക്കാന്ന് തന്നെ. കാരണം അതിന്റെ ഇതുകൊണ്ട് ഈ പൊട്ടിക്കലും വൈകലും എല്ലാം വീണ്ടും ഒരു പ്രകൃതിനാശാന്റെ അല്ലെന്നേ, പ്രകൃതി നോക്കിയിട്ട് കാര്യമില്ല. ഈ 100 അടി നിർത്തിയാലും അതൊരു ഭീഷണിയാണ് നമുക്ക്. അത് ഞാൻ നോക്കട്ടെ, ഒരു കുറ്റവാളി, ഇപ്പം നമ്മുടെ പാർലമെൻറ്റ് ആക്രമണം നടത്തിയ ഒരു കുറ്റവാളിയെ കുറ്റവാളിയാണെന്ന് തെളിഞ്ഞാൽ പോലും എത്ര നാളത്തെ ട്രയൽ നടത്തിയിട്ടാണ് അവസാനം വിധിയും വന്നാലേ തൂക്കിക്കൊല്ലും. ഇത് 50 ലക്ഷം ആൾക്കാരുടെ ജീവന്റെ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഈ പ്രകൃതിനാശമൊക്കെ പറഞ്ഞിട്ട് അവിടെ വലിയ പ്രസക്തി ഇല്ല അതിന്. നമ്മളൊരു പുതിയ ഡാം ഉണ്ടാക്കുക, അതിനകത്ത് ഈ പറഞ്ഞ പോലെ നല്ല സുരക്ഷിതമായിട്ടുള്ള, ഇനിയിപ്പം നമ്മൾ 100-200 വർഷമല്ല, ടെക്നോളജിയൊക്കെ ഒത്തിരി അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. നമുക്കത് ലൈഫ് കൂട്ടി അതിനുള്ള ഇത് ചെയ്യാം. അതുപോലെ ഈ പാറ പൊട്ടിക്കുന്നതൊക്കെ ബ്ലാസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല, അല്ലാതെ ടെക്നോളജി ഉണ്ട്, കട്ട് ചെയ്തെടുക്കാൻ പോലെ, കെമിക്കൽസ് ഉപയോഗിച്ച് നമുക്ക് കുറേ ഇത് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടൊരു പുതിയ ഡാം ഇതിന്റെ കൂടെ തന്നെ ഇന്ത്യയാണ്, നമ്മുടെ രാജ്യമാണ്, നമ്മുടെ കേരളമാണ്. അതൊക്കെയാണ് പ്രശ്നം. ഒരു വർഷം കാലാവധി ഇട്ട് തുടങ്ങുന്ന സാധനം ഈ ഞാൻ സാറിൻ്റെ ഒരു അഭിപ്രായം, നമ്മുടെ ഈ കോട്ടയത്ത് നാഗമ്പുറത്ത് ഒരു റെയിൽവേ മേൽപ്പാലം പണിയാൻ വേണ്ടിയിട്ട് 3 മാസത്തെ കാലാവധി ഇട്ട് പണി തുടങ്ങി. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 3 വർഷം കൊണ്ടാണ് പരിപാടി തീർന്നത്, ഇല്ലേ? 3 വർഷം യാതൊരു ഇടപാട് നടക്കുന്ന ഈ രാജ്യത്ത് നമ്മൾ ഇത്രയും വലിയൊരു ഒരു ഡാം പണിയാൻ വേണ്ടി ഈ ഡാം പൊട്ടിയാലും ചിലപ്പോൾ പണം തീർക്കരുത്. അല്ലെന്ന് ഒരു ഇമ്മീഡിയറ്റ് സൊല്യൂഷനായിട്ട് ഈ ഉണ്ടാക്കുക. രണ്ടാമത്തെ ഈ ഡാം പണിയാൻ മിനിമം 10-12 വർഷമെങ്കിലും എടുക്കും, ഏറ്റവും സ്പീഡിൽ പോയാൽ പോലും. ഇപ്പോൾ ഈ ഇന്നത്തെ പത്രത്തിൽ നമ്മൾ കണ്ട ഒരു കാര്യം, മറ്റേ ഡാം സുരക്ഷാ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു പരിശോധന സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ വന്നിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് പേര് വല്ലതും വെച്ചുകൊണ്ടാവും സാറിന്? അതിന് സാധ്യതയുണ്ടല്ലോ. ഏതായാലും 13 വർഷം കൂടിയാണ് അങ്ങനെ ഇതിലേക്ക്. പക്ഷെ ആ സമിതിയെ നിയോഗിക്കുന്നത് തമിഴ്നാട്. കേരളത്തിന്റെ പ്രതിനിധിയെ നിർദ്ദേശിക്കാൻ അവരെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മൾ നിർദ്ദേശിച്ചാൽ എടുക്കുക. അല്ല, ഇൻക്ലൂഡ് ചെയ്യണം. സാറ് ഇവന്മാർ ഈ നമ്മൾ എനിക്ക് എന്തോ വേറെ എടുത്ത് വായിച്ചിട്ട് തന്നെ അറിയാവുന്നില്ല, ഈ തമിഴ്നാടുകാർ നമ്മുടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെയും മറ്റു സംവിധാനങ്ങളെയും ഈ ഇത് പണിയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ അവർ ഈ ഒരു ഒരു ഫണ്ട് മാറ്റി വെച്ച് സാധിക്കുന്നത് അങ്ങനെ തമിഴ്നാടിന് നിയമസഭയിലൊന്നും കണക്ക് ബോധിപ്പിക്കേണ്ടാത്ത ഒരു സീക്രട്ട് ഫണ്ട് ഉണ്ടെന്നും, അത് ഈ മുല്ലപ്പെരിയാറിന്റെ ഇവിടെ കേരളത്തിൽ ഏത് മൂവ്മെന്റ് ഉണ്ടായാലും അത് പറഞ്ഞു കേൾക്കുന്നു. നമുക്ക് നേരിട്ടുള്ള തെളിവല്ല. സാറേ, ഇതില് ഏറ്റവും വലിയ പാതകം ചെയ്ത ആരാന്നറിയാവോ? 1985 ഈ ഡാം ഉണ്ടായത്. നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം 1970 ഇത് പുതുക്കിയപ്പോൾ എത്ര വർഷം? 75 വർഷം, 50 വർഷം ലൈഫുള്ള ഡാമിന്റെ കരാർ 75 വർഷം കഴിഞ്ഞ് പുതുക്കിയപ്പം 990 വർഷവും ഇത് കണ്ടിന്യൂ ചെയ്യാനും അനുവാദം കൊടുത്ത ഗവൺമെന്റാണ്. ഏറ്റവും വലിയ ലോകത്തിൽ എന്റെ അറിവ് ശരിയാണെങ്കിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏത് രാജ്യത്താണെങ്കിലും സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടാക്കിയ കരാറുകൾ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഏക ഡാം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇത് മാത്രമല്ല ലോകത്തിൽ. അല്ല, അത് നമ്മളൊരു രാഷ്ട്രീയത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നാൽ ആദ്യം രാഷ്ട്രത്തോടാണ് നമുക്ക് മൗനം, അത് കഴിഞ്ഞ് പാർട്ടിയോടോ ബാക്കിയുള്ള കാര്യങ്ങളോ. ഇവിടെ പക്ഷേ നമ്മുടെ കേരളത്തിലെ ജനതയെ ബലി കൊടുത്തുകൊണ്ട് പാർട്ടി വളർത്താനും ബാക്കി കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു കരാറ് മാറ്റിയെന്ന് പറയുന്നത്. വർഷത്തെ കരാർ ഒരു ചരിത്രത്തിനും കിട്ടില്ലാത്ത 50 വർഷം പ്രായമുള്ള പ്രായമുള്ള ഡാമിന് 75 വർഷം കഴിയുമ്പോൾ ഈ കരാർ തുറക്കുന്നത്. അല്ല, അത് വെള്ളം 999 വർഷം അവർക്ക് വെള്ളം കൊടുക്കാവുന്ന ഒരു കരാർ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഡാം ഭൂമി ഉള്ളോടത്തോളം അവർ പറയുന്ന അവരുടെ ഒരു അവകാശവാദം എന്ന് പറയുന്നത് ബലപ്പെടുത്തലിലൂടെ ഡാം ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടാകില്ല, തകർച്ച ഉണ്ടാകില്ല എന്നുള്ളതാണ്. ആ ബലപ്പെടുത്തലിനെ സംബന്ധിച്ച് സ്കോട്ട്ലാൻഡിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സ്റ്റീലും ഒരു കാര്യങ്ങളൊക്കെ കൂട്ടി ഇതിനൊരു ചാര് സപ്പോർട്ടായിട്ട് കോൺക്രീറ്റ് ഇട്ട് 2-3 ചെയ്തിട്ടുണ്ട്. അവർ ഒരു കോൺക്രീറ്റ് ക്യാപ്പിംഗ് നടത്തിയിട്ടുണ്ട്. പിന്നെ കേബിൾ ആങ്കറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡ്രില്ല് ചെയ്തിട്ട് മറ്റേ പിന്നെ ഒരു ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇവർ ബേബി ഡാം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിന്റെ സുരക്ഷയാണ് ഇപ്പൊ ഏറ്റവും അപകടത്തിൽ നിൽക്കുന്നത്. പറയുന്നത് അതിന് ഒരു വിലയില്ലെന്നാ പറയുന്നത്. അത് പിന്നെ കുറച്ച് പൊങ്ങി, അത് പൊങ്ങിയാലും ഈ അല്ലാതെ പൊട്ടിയാൽ എങ്ങോട്ടാ? വേറെ എങ്ങോട്ട് പോകാനാ? ഇതിങ്ങനെ ശരിക്കും പൊട്ടുവാണെങ്കിൽ എങ്ങോട്ടൊക്കെ പോകുന്നോ
ഈ 142 അടി വെള്ളം 142 അടി വെള്ളം നിൽക്കുന്ന സമയത്തെങ്ങാനും അത് പൊട്ടുന്നെങ്കിൽ എങ്ങോട്ട് പോകുന്നു, ഏതൊക്കെ ജില്ല പോകുന്നു ഒന്നും പ്രവചിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഒരു മണ്ണ് മാല തന്നെ എടുത്ത് പോയിട്ട് പെരിയാറിന്റെ റൂട്ടിനെ അടച്ചേക്കാം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പത്തനംതിട്ടയ്ക്ക് പോകുന്നു പറയുന്നുണ്ട്. പത്തനംതിട്ട, കോട്ടയം ജില്ലയ്ക്കൊക്കെ ഇടുക്കിക്ക് വരണമെന്ന് യാതൊരു ഇതില് നമ്മള് സേഫ് സോണിലാണ്. കട്ടപ്പന ഒന്നും പേടിക്കാൻ എവിടെ ആയിരിക്കും അറിയാം. അതാണ് പ്രശ്നം. നമ്മൾ ആ ദിവസം ഈ പുട്ടുന്ന സമയം നേരം അറിയാമല്ലോ. ഞാൻ അഭിപ്രായത്തിലേ എന്തിനാ ജീവിച്ചിരിക്കുന്നത്, അതെങ്ങാനും പൊട്ടിയിട്ട് ജീവിച്ചിരിക്കുന്നതിനൊക്കെ പട്ടണം ഇരുന്ന് ഞാൻ വെള്ളം കുടിക്കാൻ. ഇവിടെ ഈ ഇത് പൊട്ടിക്കഴിഞ്ഞാലേ വണ്ടിയെ കയറി രക്ഷപ്പെടാൻ നമുക്ക് ഹൈറ്റിലേക്ക് പോകാൻ നോക്കിയാൽ ഒരു 10-15 മിനിറ്റ് റോഡ് മുഴുവൻ തമിഴ്നാട്ടിലോട്ട് ഇറങ്ങിയപ്പോ അന്നേരം അമ്മ തല്ലിക്കൊല്ലും. ഒരു മലയിലെങ്ങാനും ഓടിക്കയറാൻ പറ്റുമെങ്കിൽ മാത്രമേ രക്ഷാൻ പറ്റുള്ളൂ. അത്രയും ഒരു വള്ളക്കടവിനും വണ്ടിപ്പെരിയാറിനും ഉപ്പ് തറയ്ക്കും ചപ്പാത്തിനും ഉപ്പ് തറയ്ക്കും ഓർഡറിൽ. അത് എത്രയോ വലിയ കെട്ടിടങ്ങളും അവിടെ എത്ര ജനങ്ങൾ താമസിക്കും. നമ്മളീ പറയുന്നത് ഇടുക്കി ഡാം പൊട്ടിയില്ലെന്നങ്ങ് വെച്ചു, ഇടുക്കി ഡാം താങ്ങുന്നങ്ങ് വെച്ചു. എന്നാൽ പോലും ഈ പറഞ്ഞ ഉപ്പുതറയ്ക്ക് മുകളിലോട്ടുള്ള ജനസഞ്ചയത്തിനെ പറ്റി ഒരു ബോധം വേണ്ട. അല്ല, ഇടുക്കി ഡാം താങ്ങും എന്ന് നമ്മൾ പറയുന്നിടത്ത് ഇടുക്കി ഡാം നിറഞ്ഞു നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് അത് പൊട്ടി വരുന്ന അറിവ് കിട്ടുന്നതെങ്കിൽ നമ്മുടെ ഭരണകൂടം പെട്ടെന്ന് ഇടപെട്ട് എന്ത് ചെയ്യും? ഇടുക്കി ഡാമിന്റെ 5 ഷട്ടറും പൊക്കും. 5 ഷട്ടർ പൂർണ്ണമായിട്ട് പൊങ്ങിയാൽ അവിടെ ജലനിരപ്പ് എവിടെ എത്തുമെന്ന് അറിയാവോ? സ്റ്റോണേജ് എന്ന് പറയുന്ന 9 നില കെട്ടിടത്തിന്റെ മുകളിൽ കൂടെ വെള്ളം ഒഴുകിയിരിക്കും. അത് KSE ബോർഡ് നിർമ്മാണ കാലഘട്ടത്തിൽ തന്നെ വെച്ചിരിക്കുന്ന ബോർഡുകൾ അത് പറയുന്നുണ്ട്. ഒന്ന് തൊടുപുഴ റൂട്ടിലെ ആ പമ്പിന്റെ സമീപത്ത്, മറ്റൊന്ന് വാഴത്തോപ്പിലേക്ക് കയറി പോകുന്ന വഴിയുടെ ആ കവലക്കല്, ഒന്ന് നമ്മൾ ഇങ്ങോട്ട് ഇടുക്കി കട്ടപ്പന റൂട്ടില് ഇടുക്കി ജംഗ്ഷൻ തൊട്ടപ്പുറത്തുള്ള ആലിഞ്ചുവടം എന്ന് പറയുന്ന ആ ഫയർഫോഴ്സിന്റെ ആ ഭാഗത്താണ്. അപ്പൊ ആ ഹൈറ്റിൽ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2015 വെള്ളപ്പൊക്കം മധ്യ കേരളത്തിൽ ഇത്രയും രൂക്ഷമാക്കിയത് മാനേജ്മെന്റ് കൊണ്ട് തന്നെ മുഴുവൻ വെള്ളം പിടിച്ചിട്ടിട്ട് അവസാനം ഒരുമിച്ച് അത് പകൽ ജനങ്ങളോട് പറഞ്ഞ കണക്ക് പ്രകാരമല്ല, രാത്രി 50 ലക്ഷം പെർ സെക്കൻഡിൽ 50 ലക്ഷം ലിറ്റർ വരെ തുറന്നു വിടുന്നൊക്കെ ഒരു അനൗദ്യോഗിക കണക്കുണ്ട്. അത് കൂടുതലാണെന്നും പറയാം. രാത്രിയിൽ വാഴത്തോപ്പൊക്കെ എത്ര ഭീകരമായിരിക്കും വരാൻ പോകുന്നത്. ഈ വിദഗ്ധ സമിതികൾ ഉണ്ടാക്കുന്നതൊന്നും വിദഗ്ധ സമിതികളല്ല. മിക്കവാറും ഇതിലെ ഈ മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയിൽ 3 ജഡ്ജിമാരുള്ള, 2 എക്സ്പേർട്ട് എന്നാണ് പറയുന്നത്. ഇത് കൂടുതലും സിവിൽ എഞ്ചിനീയേഴ്സ് വരുന്നത്. ഡാം എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ വലിയൊരു സെക്ഷൻ ഉണ്ട്. അവരെല്ലാം ഉൾപ്പെടുത്തി വേണം ഇതിന്റെ സ്റ്റഡി എല്ലാം നടത്താൻ. ലോക നിലവാരമുള്ള ഒരു പഠനം നടത്തുക. ജഡ്ജി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മേൽനോട്ട സമിതിക്കൊക്കെ അതിനൊരു ബാധ്യതയുള്ളൂ. സുപ്രീം കോടതി ഇടപെട്ടൊരു വിഷയമല്ലേ ഇത്. മാത്രമല്ല ഒരു കേരളം എന്ന് പറയുള്ളൂ പറഞ്ഞ ഒരു കുഴപ്പമുള്ള സംസ്കാരമുള്ള സംസ്ഥാനം മുഴുവൻ തീർന്നു പോകുന്ന ഇടപാടും കൂടെ അല്ലേ അത്. കോടതി ഇടപെടുന്ന പറഞ്ഞാൽ അവരുടെ മുന്നിൽ വരുന്ന ഇത് വെച്ചിട്ടാണ് അവര് ഉത്തരവുകൾ ഒക്കെ പുറപ്പെടുവിക്കുന്നത്. അതിനകത്തും ഈ പറഞ്ഞ പോലെ സമീപകാലത്ത് സാറ് ശ്രദ്ധിച്ചോ, ഒരു ചാനലില്, ന്യൂസ് ചാനലല്ല, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരുത്തൻ ഇരുന്ന് തട്ടിവിടുകയാണ് 999 വെള്ളപ്പൊക്കം. അത് മലയാള വർഷമാണ്. അതിൻ്റെ 100ാം വാർഷികമാണ് ഇത്. അന്ന് മൂന്നാറിൽ വെള്ളം പൊങ്ങിയിട്ട് അത് നിറഞ്ഞൊഴുകിയപ്പം മൂലമറ്റത്തെ പവർ ഹൗസ് നശിച്ചു എന്ന്. രണ്ടാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. ഒരു കാരണവശാലും മൂന്നാറിലെ സംഭവത്തിന് മൂലമറ്റത്ത് വെള്ളം ചെല്ലിയല്ല, ആ മൂലമറ്റത്ത് അന്ന് പവർ ഹൗസ് ഇല്ല. 1924 ഈ വർഷം. 100 വർഷം മുമ്പ് 76 മൂലമറ്റത്ത് പവർ ഹൗസ് ഉണ്ടാകുന്നത്. അല്ല, ഇതൊക്കെയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന. നമ്മൾ ഇടുക്കിക്കാർക്ക് വേണ്ടി എന്നുള്ള മട്ടിൽ അതല്ല, ഇടുക്കിക്കാർക്ക് വേണ്ടി എന്നുള്ള മട്ടിൽ ഇതുമാതിരി വിവരദോഷം വിളിച്ചു പറയുമ്പം ഇത് തിരിച്ചറിയാവുന്നവര് അതിനെ മനസ്സിലാക്കിയിട്ട് അവന്മാരെ ഇത് ഇങ്ങനെയൊക്കെയാ പറയുന്നത്. ഒരു കാരണവശാലും മുല്ലപ്പെരിയാറിന് ഒരു കുഴപ്പം ഉണ്ടാകാൻ സാധ്യത. സോഷ്യൽ മീഡിയയിൽ കുറെ അധികം വീഡിയോസ് നമുക്ക് ഇടുക്കിക്ക് വേണ്ടി പറയുന്ന വേറെ ഒരു ആംഗിളില് ഇന്നെ തിരിച്ചുവിടുന്ന അതെല്ലാം നടക്കുന്നുണ്ട്. സത്യത്തിൽ ആവേശത്തിലേക്ക് നമ്മൾ കടന്നു പറഞ്ഞാൽ ഈ ഭൂപ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഇടുക്കി ജില്ലയിൽ വന്ന് താമസിക്കുന്ന ആളുകൾ ലോകം കണ്ടിട്ട് ഏറ്റവും വലിയ കൊള്ളക്കാരാന്നുള്ള രീതിയിലാണല്ലോ ഈ വണ്ണെർത്ത് ആ സംഘടന എന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ അതിനെ കൂട്ടുപിടിച്ചു. അതിനെ നമുക്ക് വേറൊരു വിഷയം അത് പറഞ്ഞു പോയാൽ ഇത് നമുക്ക് ഇത് പറയുമ്പോഴേ നമ്മുടെ ഇപ്പം വയനാടാണെങ്കിലും ഈ
മലയിടിച്ചിലുണ്ടാവുകയും മാറ്റി പാർപ്പിക്കേണ്ട ആൾക്കാരുടെ ഒരു 1500 അങ്ങനെ ഏതാണ്ട് ആൾക്കാരെ മാറ്റി പാർപ്പിക്കുന്ന റിപ്പോർട്ടുള്ളതാണ്. അതിൽ ഒരു മനുഷ്യനെ പോലും മാറ്റി പാർപ്പിക്കാതെ ഇത് ഉണ്ടായി കഴിഞ്ഞിട്ട് വെറുതെ മുതൽക്കണ്ണി ഇത്രയും കുടുംബങ്ങൾ അനാഥമായിട്ട് ഈ മുതൽക്കണ്ണി എന്ത് കാര്യമാണ്? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന ആരോഗ്യത്തിന്റെ ബേസിക് ആയിട്ടുള്ള ആ ഒരു കാര്യം ഈ കാര്യത്തിൽ എടുക്കുന്നില്ല. എല്ലാം വന്നു കഴിയുമ്പോൾ സംഭവിച്ചു കഴിയുമ്പോൾ ഒറ്റ പിരിവായി ഒരു ബഹളമായി ലാഭമാണെന്ന് കാണുന്ന അതിൽ ലാഭമാണെന്ന് കാണുന്ന ഒരു സംവിധാനം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും അതായത് ഈ ദുരന്തങ്ങൾ വിറ്റ് കാശാക്കുന്ന ദുരന്തം വിറ്റ് കാശാക്കാന്ന് പറയുന്നത് ദുരന്തം എൻജോയ് ചെയ്യുന്ന ആൾക്കാർ. കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞല്ലോ ഇത് അവിടുത്തെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നതാണ്. ഇവിടെ ഒരു ചലനം ഉണ്ടാക്കാൻ പറ്റിയില്ല, ഒന്നും ഒരാളെ പോലും മാറ്റി പാർപ്പിച്ചില്ല. സംഭവം വന്നു കഴിഞ്ഞപ്പോൾ എത്ര പേരാ ഒന്നിച്ചെല്ലാരെയും മാറ്റാനൊന്നും പറ്റില്ല. ഒരു വർഷം ഒരു 100 പേരെങ്കിലും മാറ്റി പാർപ്പിച്ചിട്ട് ഇപ്പൊ ഈ പറയുന്നതിൽ പറയുകയാണെങ്കിൽ അതിന് അർത്ഥമുണ്ട്. അല്ലാതെ ഇത് വെറുതെ സാറേ നിങ്ങൾ അപകട സ്ഥിതിയിലാകും. നമ്മുടെ ഇപ്പൊ ഈ നമ്മൾ താമസിക്കുന്ന ചുറ്റുവട്ടത്ത് തന്നെ അപകടകരമായ മേഖല വേറെ ഒരു മാർഗ്ഗമില്ലാതെ ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. ഞാൻ വേണേൽ കാണിച്ചു തരാം. അതിനകത്തൊരു 10 പേര്, 100 പറ്റത്തില്ല, ഒരു 10 പേർക്ക് ന്യായമായി ജീവിക്കാനുള്ള വീട് ഇവിടെ തന്നെ കൊടുക്കുന്നത്. തമിഴ്നാട് പണിയാൻ വേണ്ടിയിട്ട് 42 ലക്ഷം രൂപ മുടക്കുന്ന ഈ സംസ്ഥാനത്ത് ഇവിടെ സ്ഥലവും കൂടെ വീട് മേടിക്കാൻ വെക്കാൻ 4 ലക്ഷം, മറ്റേ സ്ഥലം മേടിക്കാൻ 6 ലക്ഷം, 10 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. 10 ലക്ഷം രൂപ കൊണ്ട് ഈ എവിടെയാണ് വീട് സ്ഥലം സ്വന്തമായ സ്ഥലം മേടിച്ച് വീട് വെക്കാൻ ഏത് സാഹചര്യം വീണ്ടും വഴിമാറി ഇതും പറയണം. 10 ലക്ഷം രൂപ കൊടുത്തെങ്കിൽ അതിനൊരു വീട് അതും കൊണ്ട് ഉണ്ടാക്കുമെന്ന് വെച്ചോ, എങ്കിലും അതെങ്കിലും അതുപോലും ചെയ്യുന്നില്ല. അതും ചെയ്യുന്നില്ല. അപ്പൊ നമ്മുടെ ഈ നമ്മുടെ മുല്ലപ്പെരിയാർ ഇതില് വേറൊരു കാര്യം പറഞ്ഞു. നമുക്കിപ്പോ ശിരൂര് മണ്ണിടിച്ചിലുണ്ടായി. അവിടെ ഒരു ഇപ്പൊ ഒരു ഇത് കൊണ്ടുവരണമെങ്കിൽ 50 ലക്ഷം രൂപ ചെലവെന്നാ പറയുന്നത്. അത് ഗവൺമെന്റ് എടുക്കുക. അതെ. അപ്പം ഈ 50 ലക്ഷം രൂപ ഇത്രയും ദിവസം ചെലവാക്കിയ ഇതുണ്ടെങ്കിൽ ആ സൈഡ് സുഖമായിട്ട് കെട്ടി മണ്ണിടിച്ചിൽ ഒഴിവാക്കി നിർത്താമായിരുന്നു അന്ന് പണിതപ്പോ. ഇത് ഒരു മനുഷ്യന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ 5-6 മനുഷ്യന് വേണ്ടിയിട്ട് ചെലവഴിച്ചതൊക്കെയാണ്. അത് നേരത്തെ എത്രയോ കോടികൾ. അപ്പൊ അവിടെ ഒരു എഞ്ചിനീയറിംഗിന്റെ കെട്ട് കൊടുത്തിരുന്നെങ്കിൽ, ഒരു സപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുകയല്ല. ദേശീയപാതയാണെന്നുള്ളത് കൊണ്ട് ഒട്ടും കയറ്റം പാടില്ല എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അത്രയും അങ്ങ് വെട്ടിത്താക്കാതെയും ചെയ്യാമായിരുന്നു. പിന്നെ ഈ കുഴി നികത്തി കയറുവതാലും കയറ്റം കുറയുമല്ലോ. റോഡ് തന്നെയാണെങ്കിലേ ഇപ്പൊ ഈ നമ്മളെ 2 വരിപ്പാത 4 വരിപ്പാതയാക്കുമ്പോൾ അത് വീതി കൂട്ടി ഒന്നിച്ചെടുക്കാതെ 2 റോഡായിട്ട് ചെയ്താലും ഈ കട്ടിങ് കുറയും. പല സ്ഥലത്തും വിദേശ മുകളിൽ പോകും. അത് വൺവേ പോകുന്നേ. അപ്പൊ ഈ കട്ടിങ് കുറയും, വീതി കുറയുമ്പോ. അപ്പൊ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മുല്ലപ്പെരിയാർ ആശങ്ക വീണ്ടും വിറ്റ് കാശാക്കാനുള്ള പരിപാടിയാണോ അതോ ജനത്തിനെ സംരക്ഷിക്കാനുള്ളതാണോ എന്നൊക്കെയാണ്. ഞാനിപ്പോഴും ഇത് പറയുന്നൊരു കാര്യമുണ്ട്. അത് തായ്പേടുന്നതാ, അതങ്ങനെയൊന്നും പൊട്ടുന്നൊന്നുമില്ലെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. ഒരു ബലം കൊടുക്കുന്ന ഒരാളെ പൊട്ടിയാലും നമ്മൾ പറഞ്ഞ വീടാവേ പൊട്ടുള്ളൂ എന്നൊക്കെ പറയും. പക്ഷേ അതിനകത്ത് ഈ പറഞ്ഞ ചില പ്രശ്നങ്ങളുണ്ട്. എർത്ത് കേക്ക് വന്നാൽ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി വളരെ മാത്രമല്ല ഈ ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ പ്രശ്നം കൂടെ വരുന്നുണ്ട് സാറേ. അതായത് ഒരു വർഷം 35 ടണ്ണ് സുർക്കി മിശ്രം ഒലിച്ചു പോകുന്നുണ്ട്. ഒരു ദിവസം 2 ലക്ഷത്തി അവർ തമിഴ്നാട് തന്നെ പറഞ്ഞ 2,37,000 ലിറ്റർ വെള്ളം ലീക്ക് ചെയ്ത് പോകുന്നുണ്ട് ഒരു ദിവസം. ഒരു ദിവസം ഇപ്പോഴത്തെ മഴയും പ്രശ്നമാണ് സാറേ. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ നമ്മൾ കണ്ടു വരിക, ഒരു ദിവസം പെയ്യേണ്ട മഴ 1 മണിക്കൂർ കൊണ്ടാണ് പെയ്യുന്നേ. ഒരു കഴിഞ്ഞ ദിവസം കണ്ട ഒരു വർഷം അതല്ലേ നമ്മളുണ്ടാക്കും. മനുഷ്യ നിർബന്ധമാണല്ലോ ഈ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ പ്രശ്നങ്ങൾ. കാർബൺ കണ്ടന്റ് പുറത്തോട്ട് തള്ളിവിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയ കാലാവസ്ഥ വ്യതിയാനത്തിന് നമ്മൾ വേറെ ആരും പഠിച്ചിട്ട് കാര്യമില്ല, അത് ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ അതിനെയും നമ്മൾ ഇതുപോലൊരു മഴ ഇനി പെയ്യാന്ന് പറയാൻ പറ്റുമോ? ഈ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ കാര്യത്തില് ഈ തമിഴ്നാട്ടിലൊരു ഫ്ലഡ് ഉണ്ടാവുമെന്ന് വെച്ചോ. നിങ്ങൾ പറയുന്ന താഴെക്കൂടെ ടണൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവർ ആ ടണൽ അടയ്ക്കും. അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി ഇവർ ഈ ടണൽ അടയ്ക്കും. അവർക്ക് വെള്ളം വേണ്ട, അവർക്ക് നമ്മുടെ വെള്ളം വേണ്ടെന്നേരം. അല്ല, നല്ല മഴ 2 പെയ്താൽ പിന്നെ അവർ നമ്മുടെ വെള്ളം എടുക്കാറില്ല, ഇവിടെ സ്റ്റോക്ക് ചെയ്ത് നിർത്തുക. അതുകൊണ്ടാണ് പുതിയ ഡാം വേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ 136 ഉണ്ടായിരുന്നത് 126 ഉണ്ടായിരുന്നത് 142 ആക്കണമെന്ന് പറഞ്ഞത്. അത് എന്തൊരു പണി! ഇത്രയും ബലമില്ലാത്തത് ആരോട് ചോദിച്ചിട്ടാണ് അങ്ങനെയൊക്കെ ഒരു വിധി ഉണ്ടാകുന്നത്? ബലപ്പെടുത്തൽ നടത്തിയിട്ട് ഇവരെ എഞ്ചിനീയേഴ്സ് സർട്ടിഫൈ ചെയ്തു, ഇത് ബലമായി സർട്ടിഫൈ ചെയ്തു. പിന്നെ കോടതിക്ക് അതല്ലേ നോക്കാൻ പറ്റുള്ളൂ. അതൊക്കെ സത്യം അന്ധക്കരണമല്ലേ. ഇത് പൊളിച്ചു കളയണമെന്ന് പറഞ്ഞൊരു ഡാം
126 നിർത്തേണ്ടവരെന്നുള്ളത് പറഞ്ഞിരുന്നത് 126 നിൽക്കേണ്ട സാധനം 16 അടി വെള്ളം കൂടെ, അത് ഓരോ അടി അത് ഒരു മിനിമം കഴിഞ്ഞിട്ട് പിന്നെ കൂടുന്നതിനാണല്ലോ ഈ പവർ കൂടി വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ജീവിക്കുന്ന നമ്മൾ എല്ലാവരും തന്നെ 50-55 വയസ്സൊക്കെ മുകളിലുള്ള ഹൈ റേഞ്ചിലൊക്കെ ജീവിച്ച് വളർന്ന ആളുകളാണ്. നമുക്കിനിയും വാശിഷ്ഠ ജീവിതവും ഭാഗ്യ തലമുറയ്ക്കും ഇവിടെ ഭയം കൂടാതെ ജീവിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഭരിക്കുന്ന ആളുകൾ ഉണ്ടാക്കേണ്ടത് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഏത് തരത്തിലുള്ള ഭയമാണ്, ഏത് തരത്തിലുള്ള ഭയവും. അപ്പോൾ ഭയമില്ല, ഭയപ്പാട് കൂടാതെ ജീവിക്കാനും കിടന്നുറങ്ങാനും ഉള്ള ഒരു സാഹചര്യമുണ്ടോ, അതെന്ത് ചെയ്യണമെന്നുള്ളതാണ്. അതിനാണ് നമ്മൾ ഭരണത്തിന് ആളുകളെ തെരഞ്ഞെടുത്ത് വിടുന്നത്. പക്ഷെ അവർ കാര്യം പാടെ മറക്കുന്നത് പോലെയാണ്. പിന്നെ ഹൈറേഞ്ചിൽ നിന്നല്ല, ഹൈറേഞ്ചുകാർ പൊതുവെ സുരക്ഷിതരാണ്. പൊട്ടിയാല് ഹൈറേഞ്ചിന്റെ ആ ഒരു മേഖല, വള്ളക്കടവ്, വണ്ടിപ്പെരിയാറ്, ചപ്പാത്ത്, ഉപ്പതറ, ഈ പ്രധാന 3 ടൗൺ, 4 ടൗണുണ്ട് സാറേ. കരിമ്പൻ, മുഴുവനും കഴിഞ്ഞാൽ പിന്നെ ലോറഞ്ച് ആയല്ലോ. ചെറുതോണിയാ. അപ്പൊ ഈ ഹൈറേഞ്ചിനേക്കാൾ കൂടുതൽ ഭീഷണി ലോറഞ്ചുകാർക്കാണ്. എറണാകുളം ടൗൺ ഉണ്ടാവില്ല. എറണാകുളം ടൗൺ ഉണ്ടാവില്ല. അല്ലാതെ നമ്മൾ മാത്രം ബാധിക്കേണ്ട ഒരു വിഷയമല്ല. ഞങ്ങൾ അവിടെ സുരക്ഷിതരാണെന്നുള്ള വീട്ടിൽ എറണാകുളത്തിരിക്കുന്ന ഈ പറയുന്ന കോടതി പോലും കോടതി പോലും സുരക്ഷിതമല്ല. നമ്മുടെ എയർപോർട്ട് എന്തെല്ലാം നമ്മുടെ ഹാർട്ടല്ലേ, കേരളത്തിന്റെ ഹാർട്ടല്ലേ എറണാകുളം ഇല്ല. വിത്തൗട്ട് എറണാകുളം നമുക്ക് കേരളത്തെ പറ്റി ചിന്തിക്കാൻ പറ്റുമോ? അല്ലാതെ നമ്മള് ഹൈറേഞ്ചിലുള്ള കുറച്ച് പേർക്ക് മാത്രം വേണ്ടി ബാധിക്കുന്ന വിഷയമല്ല ഇത്. കേരളത്തിലെ ഉത്തരവാദപ്പെട്ടവരും ഏറ്റവും ആധികാരികമായിട്ട് ഈ വിഷയത്തെപ്പറ്റി നന്നായിട്ട് പഠിക്കാൻ വേണ്ട ലോക നിലവാരമുള്ള പഠിച്ചിട്ട് കാര്യമില്ല. നടപടി ഉണ്ടാവണോ? ഇപ്പം തന്നെ ഈ ഡാമിന്റെ സുരക്ഷയെ പറ്റി പഠിക്കാൻ ചെയ്യുന്ന കാലാവധി എത്ര? 1 വർഷം. എന്തിനാ ഈ 1 വർഷം? ശരിക്കും 2-3 മാസം ഇനി അന്നുകൊണ്ട് തീർന്നില്ലെങ്കിൽ അത് 1-2 മാസം കൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ പോരെ. എല്ലാം ഇങ്ങനെ കൊടുക്കുന്നത് എങ്ങനെ ഡിലേ ആക്കാന്നുള്ളതിനെ പറ്റി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കും. സാധാരണ ഈ ഒരു കാര്യങ്ങൾ ഒരു പ്രശ്നം ഉണ്ടായാൽ നടത്തണമെങ്കിൽ ഒരു സബ് കമ്മിറ്റിയെ വെച്ചാൽ മതി എന്ന് പറയുന്നത്. കാരണം അതുപോലെയാണ് ഇപ്പം നമുക്ക് തോന്നുന്നത്. ഇത് എങ്ങനെ ഡിലേ ചെയ്യിക്കാമോ? ഇത്രയും ആൾക്കാരുടെ ജീവന്റെ പ്രശ്നമാണെന്നുള്ളത് ഒരു ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ട്രാജഡി ജഡ്ജാണെങ്കിലും ഭരണാധികാരി ഏറ്റവും വലിയ ട്രാജഡി ആയിരിക്കും. 2ാം ലോകത്തെ മരിച്ച ആളുകൾ കഴിഞ്ഞും ആളുകൾ ചിലപ്പോൾ മരിച്ചു പോകും. ഇതിൽ ഏറ്റവും വലിയൊരു ഡാം ബ്രേക്ക് ഉണ്ടായിരിക്കുന്നത് ചൈനയിലാണ്. ബാങ്ക്യാമോ അങ്ങനെയാണ്ട് അതിന്റെ പേരെന്ന് തോന്നുന്നു. അതിൽ ഇതുപോലെ ഒരു വിദഗ്ധ സമിതിയെ വെച്ചിരുന്നു. അപ്പോൾ ആ വിദഗ്ധ സമിതി കണ്ടെടുത്ത് ഈ ഡാം സുരക്ഷിതമല്ല, ഇത് ബ്രേക്ക് ചെയ്യും. പക്ഷേ ഇതിന്റെ താഴെ ഏതാണ്ട് കുറേയധികം ഡാമുകളുണ്ട്. അത് ഇതിനെ വെള്ളം ഉൾക്കൊള്ളുന്നായിരുന്നു അവരുടെ സ്റ്റഡി. അതിനനുസരിച്ച് വേറൊന്നും ചെയ്യില്ല. ഈ ഡാം പൊട്ടിയും ബാക്കിയെല്ലാ ഡാമുകളും ഇതാണെങ്കിൽ ഇവിടെ 15 TMC വെള്ളം, നമ്മുടെ ഇടുക്കിയിലുള്ള 70 TMC ഉള്ളു. അതിന്റെ താഴെ ഇതിന്റെ ലൈനിൽ തന്നെ വരുന്ന 7 ഡാമുകളുണ്ട്. മൊത്തം ഒരു 100 TMC 120 TMC വെള്ളമാണ് വരുന്നത്. ഇതിന്റെ ഈ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആകുമ്പോൾ ഉണ്ടാകുന്ന ഡിഫറൻസ്, അതായത് വെറുതെ വെള്ളം മാത്രമല്ല ഒഴുകുന്നത്, ഇതിനകത്തുള്ള വരുന്ന ഡാമിന്റെ പാർട്ടുകൾ, മരങ്ങള്, കല്ല്, ഇതെല്ലാം കൂടെ വരുമ്പോൾ ഉണ്ടാകുന്ന ഇത് മാസിന്റെ വെലോസിറ്റി ആണല്ലോ നമ്മുടെ ഈ എനർജി ഇതെന്ന് പറയുന്നത്, ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വരുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരിക്കും. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റിയല്ല. അതായത് ഗർത്തങ്ങൾ വരെ ഉണ്ടായി. നിങ്ങൾ ഇത് കണ്ട മറ്റേ വയനാടുണ്ടായ അതിന് മുമ്പുള്ള ഒരു വെള്ളമൊഴുക്കും അതിനെ സൂപ്പർപോസ് ചെയ്ത് അതിൻ്റെ ഇതിങ്ങനെ കാണിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. ആ ഒരു ഡിഫറൻസ്, അതായത് ഇതൊന്ന് തടഞ്ഞു നിർത്തിയതിൻ്റെതൊന്നും പറയുക. ആദ്യത്തെ പോക്കിൽ തന്നെ എല്ലാം ക്ലിയർ ആയിട്ട് അങ്ങ് പോകും. പിന്നെ വളരെ ഫോഴ്സിലാണ് ഇത് പോകുന്നത്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരു ഫോഴ്സ് ആയിരിക്കും. ഇതിൽ ഉദാഹരണം പറയാവുന്ന കൃത്യം ഇടുക്കി ടൗണില് പാലസ് ഹോട്ടൽ സ്ഥിതി ചെയ്തിരുന്നു. ഈ 18-ലെ നിയന്ത്രിത വെള്ളം തുറന്നുവിടലില് ആ പാലസ് ഹോട്ടൽ 3 നിലയായിരുന്നു. ആ സ്ഥാനത്ത് വെള്ളം തുറന്നു വിട്ട് പിന്നീട് അവിടെ കാണുന്നത് 2 നില ആഴത്തിലുള്ളൊരു കുഴിയാ. സാർ എന്തിനാണ് പറയുന്നത്? നമ്മുടെ എല്ലാം മുന്നുണ്ടല്ലോ ഒരു പെൻസ്റ്റോക്ക് പൈപ്പല്ലേ കുട്ടിയുള്ളൂ നമ്മുടെ എവിടെയാ ഈ പിന്നെ പൊന്മുടി ഡാമിന്റെ ഒരു ഒറ്റ പെൻസ്റ്റോക്ക് പോയി പൊട്ടിയപ്പോൾ ഈ സംഭവിച്ചത് ഇപ്പം ഇന്നും ഒരു KC ഉദ്യോഗസ്ഥൻ കിട്ടിയിട്ടില്ല. അത് നിസ്സാര ഒരു പെൻസ്റ്റോക്ക് പൈപ്പ് പൊട്ടിയതാന്ന് പറഞ്ഞു.
അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇത് സംഭവിക്കാതിരിക്കണം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് സംഭവിച്ചാൽ എന്നാ സംഭവിക്കുന്നത് നമുക്ക് അതിനെപ്പറ്റി വീണ്ടും വീണ്ടും പറഞ്ഞിട്ടൊരു കാര്യമില്ല. സംഭവിക്കാതിരിക്കാൻ സംഭവിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് എൻ്റെ പറഞ്ഞിട്ട് ആദ്യം നമ്മൾ ഒരു ടണൽ ഉണ്ടാക്കുക, അത് ഏറ്റവും പെട്ടെന്ന് ചെയ്തിട്ട് വെള്ളം ശ്രീധരൻ നമ്മുടെ മെട്രോ പറഞ്ഞ പോലെ ശ്രീധരൻ പറഞ്ഞു, ഗാഡ്ഗിലും അതായത് ബാക്കി കാര്യങ്ങളിലൊക്കെ ഗാഡ്ഗിലിന്റെ അഭിപ്രായം ഭയങ്കരമാണ്. പക്ഷേ ഇക്കാര്യത്തിലൊക്കെ പറയുമ്പോൾ അല്ല 2014 കോടതി അത് തത്വത്തിൽ അംഗീകരിച്ചു, സുപ്രീം കോടതിയും അത് തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. രണ്ട് സംസ്ഥാനം കൂടെ അത് എഗ്രി ചെയ്യുകയാണെങ്കിൽ അത് നടന്നു പോകേണ്ട കാര്യമുള്ളൂ. പിന്നെ അതിന്റെ കൂടെ തന്നെ ഒരു പുതിയ ഡാമും കൂടെ കാലാന്തരത്തിൽ ഏത് സേഫ് ആദ്യ ജീവനും മറ്റേ ഭീഷണി ഒഴിവാക്കുക, കുറയ്ക്കുക, പിന്നെ ഒഴിവാക്കുക. അത് നടപടിയാണ് ഇനി ആവശ്യം. അല്ലാതെ എന്നും കൊന്നു ഈ പത്രത്തിൽ ഈ വാർത്ത വരിക, അവിടുന്ന് കുറച്ച് ആളുകൾ അവിടെ പരിശോധിക്കുക, എന്നിട്ട് 10 മന്ത്രിമാരുടെ ഒരു പ്രസ്താവന, അതിനു വേണ്ടിയിട്ട് ഇവിടുത്തെ കുറച്ച് മുല്ലപ്പെരിയാർ സംരക്ഷണ അവിടെ പോയി കുറച്ച് ആളുകൾ പോയി. നമ്മുടെ ജലസേചന മന്ത്രി ഇപ്രാവശ്യം ഈ ഒരു മുല്ലപ്പെരിയാർ ആശങ്ക എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് പറഞ്ഞത് അല്ല, എർത്ത് ഉണ്ടായാൽ ഏത് ഡാമ നിലനിൽക്കുന്നതെന്നാണ്. ഇന്നലെ പുതിയ സമിതി വിധി വന്നപ്പോഴത്തേനും പുള്ളി പറഞ്ഞു അതിന്റെ ഫുൾ ക്രെഡിറ്റ് പുള്ളിക്ക്. ഇതൊക്കെ തിരിച്ചറിയാം, ജനം തിരിച്ചറിയാം. ജനത്തിന് തിരിച്ചറിയാനുള്ള ബോധം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എന്തായാലും സാറ് നമ്മളൊക്കെ ഇപ്പോൾ ഈ യാത്രയൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴും തിരിച്ചവിടെ ചെല്ലുമ്പം നമ്മുടെ പിള്ളേരും എല്ലാം സ്വസ്ഥമായിട്ട് അവിടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അതിന് നമുക്ക് പറ്റുന്ന ഒരു അഭിപ്രായം നമ്മൾ പറഞ്ഞു പോകണം. ഏത് മേഖലയിലും തൻ്റെ അടുത്തൊരു വർത്താനം പറയാൻ പഠിക്കണം സാറേ, അതുള്ള കാര്യം. അഭിപ്രായങ്ങൾ പറയുക, അത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഭയമില്ലാതെ ജീവിക്കാൻ പറ്റണം. കേരളത്തിലുള്ളവർക്ക് ഭയമില്ലാതെ ജീവിക്കാൻ പറ്റണം. നമ്മുടെ തമിഴ്നാട്ടിലുള്ള നമ്മുടെ ഒന്നും വ്യത്യാസമില്ല. കൂടുതൽ അപകടം സംഭവിക്കാവുന്ന സ്ഥലം കേരളത്തിൽ മാത്രമല്ല, വീണ്ടും ഞാൻ പറയുന്നു, കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്. കേരളത്തിന്റെ സുസ്ഥിരമായ നിലനിൽപ്പിന് യാതൊരു കോട്ടവും വരാത്ത രീതിയിൽ തമിഴ്നാടിന് വെള്ളം കൊടുത്തവരും തമിഴ്നാടുകാർ ജീവിക്കട്ടെ. തമിഴ്നാട് കൃഷി ചെയ്തില്ലേ നമ്മളും പട്ടിണി കിടന്നാവും. അതും പ്രശ്നം. അതെ, തമിഴ്നാടിന് ആവശ്യത്തിന് വെള്ളം കൊടുക്കുക, നമുക്ക് ഭയമില്ലാതെ ജീവിക്കാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ അവരുടെ പറയുന്ന കരാറാണെങ്കിൽ കരാർ വേണ്ടെന്ന് വെക്ക്, എന്നാൽ പോലും ജീവനല്ലേ പ്രധാനം. അതെ, അല്ല ഇതിപ്പം നമുക്ക് മോണിറ്ററി ബെനിഫിറ്റ്. ഇപ്പോൾ ഈ 10,000 കോടി എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു 50 വർഷത്തെ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 200 കോടി അടവും അതിന്റെ പലിശയും കൂടിയേ വരുന്നുള്ളൂ. അത്രയും തന്നെ സീക്രട്ട് ഫണ്ട് ഉണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഒരു വർഷം. അപ്പൊ ഇതൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും നമുക്കിത് പരിഹരിക്കണമെന്ന് വെച്ചാൽ ഇത് തമിഴ്നാടുകാർ വേണമെങ്കിൽ ഡാം പണിതോടുന്നേ അവരെ ഒരു അതെ നമ്മളോ അവരെ ഒരു ലോൺ എടുത്തിട്ട് ഇതിന്റെ ഈ നമ്മൾ ഈ ഡോം പണിയേണ്ട കാശ് അവർ പണി വിലപ്പെടുത്തട്ടെ. അങ്ങനെ ഒരു കരാറിനെ സാധ്യതയില്ല. അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അവർക്ക് വെള്ളം കിട്ടുമെന്ന് അന്നേരം കരാറും പുതുക്കണ്ട. ക്ലോസ് ചെയ്താൽ മതി. 50 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് കേരളത്തിന് എന്തെങ്കിലും തന്നാൽ മതി. അപ്പൊ അത് സുരക്ഷിതമാകുക, അതാണ് നമുക്ക്. നമ്മളും ഇപ്പോൾ ജീവിക്കുന്നവരും അടുത്ത തലമുറയും സമാധാനത്തോടു കൂടി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. അത് മുല്ലപ്പെരിയാർ അതിനൊരു ഭീഷണിയാണെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാവണം. അതിന് നടപടിയാണ് വേണ്ടത്, വർത്താനമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നീ നമുക്ക് ഇന്ന് ഇങ്ങനെ വന്നിരുന്ന് പറയാനുള്ള ഒരു അവസരം ഉണ്ടാവില്ല. കാണല് പുതിയതായിട്ട് തുറന്നു എന്നും കേൾക്കാൻ ഏറ്റവും ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അങ്ങനെ കേൾക്കാൻ ഇടവരട്ടെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. ഓക്കെ, പിരിയാം. അല്ലാതെ പിരിഞ്ഞ അടിച്ചു പിരിയാം. ശരി, ഓക്കെ.